നമസ്കാരം. ദൈവദശകം TV ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രമ്യ മനോജ്. പ്രധാന വാർത്തകൾ. ഗുരുധർമ്മ പ്രചാരണ സംഘം കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പദയാത്രികരെ ആദരിക്കലും. അടിമാലി യൂണിയൻ ഓഫീസ് മന്ദിര സമുച്ചയം ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ചരിത്ര പ്രാധാന്യമുള്ള പ്ലാവിന് കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ച കേടുപാടുകൾക്കുള്ള പരിഹാരക്രിയ നടത്തി. വാർത്തകൾ വിശദമായി. കുടുംബ സംഗമവും പദയാത്രികരെ ആദരിക്കലും ശ്രീനാരായണ ദർശന പഠന ക്യാമ്പും. ഗുരുധർമ്മ പ്രചാരണ സംഘം കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 92ാം ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ആർ ശങ്കറിന്റെ ജന്മഗ്രാമമായ പുത്തൂരിൽ നിന്ന് നടത്തിയ 32ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുത്തവരുടെ കുടുംബ സംഗമവും പദയാത്രികരെ ആദരിക്കലും ശ്രീനാരായണ ദർശന പഠന ക്യാമ്പും കോട്ടത്തല തലയിണവിളിയിൽ നടന്നു. അടിമാലി യൂണിയൻ ഓഫീസ് മന്ദിര സമുച്ചയം ഉദ്ഘാടനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ഇടുക്കി ജില്ലയിലേക്ക് യോഗം ജനറൽ സെക്രട്ടറി വീണ്ടും കടന്നുവന്നപ്പോൾ പ്രൗഢഗംഭീരമായ സ്വീകരണമാണ്. യൂണിയൻ നേതൃത്വ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യോഗം കൌൺസിലർ ശ്രീ PT മന്മഥൻ പഠന ക്ലാസ് നയിച്ചു. സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ശ്രീനാരായണ സേവാ സംഘം ഏപ്രിൽ 25 മുതൽ 28 വരെ എറണാകുളം സഹോദര നഗറിൽ ദിവ്യ പ്രബോധനവും ധ്യാനവും നടക്കും. ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ആചാര്യനാകും. സ്വാഗത സംഘം രൂപീകരണ യോഗം 25 ഉച്ചയ്ക്ക് 2 സഹോദര സൗധത്തിൽ കൂടി. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്ര സന്നിധിയിലെ ചരിത്ര പ്രാധാന്യമുള്ള പ്ലാവിന് കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ച കേടുപാടുകൾക്കുള്ള പരിഹാരക്രിയ നടന്നു. കോട്ടയത്ത് നിന്നുള്ള വൃക്ഷവൈദ്യൻ ബിനു മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പ്ലാവിന് ഔഷധ ചികിത്സ നൽകിയത്. ഫലസമൃദ്ധിയോടെ ഇന്നും വളരുന്ന പ്ലാവിൻ ചുവട്ടിൽ വെച്ചാണ് 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം ശ്രീനാരായണ ഗുരുദേവൻ സംസ്ഥാപനം ചെയ്തത്. ഇതോടെ ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.